വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറിയ താരമാണ് അജു വർഗീസ്. കരിയറിന്റെ തുടക്കത്തിൽ കോമഡി വേഷങ്ങളിൽ തിളങ്ങിയ താരം 2019 പുറത്തിറങ്ങിയ ഹിരൽ എന്ന ചിത്രത്തിലൂടെ ട്രാക്ക് മാറ്റിപ്പിടിച്ചു. തനിക്ക് സീരിയസ് വേഷങ്ങളും ചെയ്യുമെന്ന് ഈ സിനിമയിലൂടെ അജു വർഗീസ് തെളിയിച്ചു. മദ്യപിച്ച് കഴിഞ്ഞാൽ ഒളിമ്പൻ അന്തോണി ആദം എന്ന സിനിമയിലെ ജഗതിയെ പോലെയാണ് താനെന്ന് ധ്യാനിന്റെ ഡയലോഗിന് മറുപടി നൽകിയാണ് അജു വർഗീസ് താനും ധ്യാനും കുഞ്ഞിരാമായണത്തിന്റെ സെറ്റിൽ വെച്ചാണ് സൗഹൃദത്തിലായതെന്ന് അജു പറയുന്നു. എല്ലാ ദിവസവും ഷൂട്ടിനു ശേഷം താനും ധ്യാനും മദ്യപിക്കുമായിരുന്നുവെന്നും അങ്ങനെയാണ് ധ്യാൻ തനിക്ക് പടയപ്പ എന്ന് പേര് നൽകിയതെന്ന് അജു വർഗീസ് കൂട്ടിച്ചേർത്തു. മദ്യപിച്ച് കഴിഞ്ഞാൽ താൻ ബാഹുബലിയാണെന്ന് സ്വയം തോന്നാറുണ്ടെന്നും എന്നാൽ ഒരിക്കൽ പോലും പ്രശ്നമുണ്ടാക്കിയിട്ടില്ലെന്നും അജു വർഗീസ് പറഞ്ഞു. ജയസൂര്യ നായകനായ വെള്ളം എന്ന സിനിമ കണ്ടതിനു ശേഷം മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിച്ചുവെന്നും അജു വർഗീസ് കൂട്ടിച്ചേർത്തു. ഇപ്പോൾ മദ്യം കൈകൊണ്ട് തൊട്ടിട്ട് 2 വർഷമായെന്നും വെള്ളം എന്ന സിനിമ തന്നെ വല്ലാതെ സ്വാധീനിച്ചുവെന്നും അജു വർഗീസ് പറഞ്ഞു. ഫ്ലവേഴ്സ് ടിവിയോട് സംസാരിക്കുകയായിരുന്നു അജു വർഗീസ്. ധ്യാൻ പറഞ്ഞത് ശരിയാണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒളിമ്പൻ അന്തോണി ആദത്തിലെ അമ്പിളിച്ചേട്ടനെ പോലെയാണ്. പടയപ്പ എന്ന് അവൻ വെറുതെ വിളിച്ചതല്ല. കുഞ്ഞിരാമായണത്തിന്റെ ഷൂട്ടിങ്ങിലാണ് ഞങ്ങൾ കൂടുതൽ കമ്പനിയാകുന്നത്. അന്ന് എല്ലാ ദിവസവും ഷൂട്ടിനു ശേഷം ഞങ്ങൾ കുടിക്കുമായിരുന്നു. കാരണം ആ സിനിമയുടെ സെറ്റ് വളരെ ജോളിയായിരുന്നു. അതൊരു നല്ല സിനിമയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. ഞാനും ധ്യാനും പിന്നെ വേറെ കുറച്ച് കമ്പനിക്കാരും ഒന്നിച്ചു കുടിക്കും. വിനീത് അതിൽ പങ്കെടുക്കില്ല. പിന്നെ മദ്യപിച്ചു കഴിഞ്ഞാൽ എന്നേക്കാൾ ശക്തിയുള്ളവർ വേറെ ആരുമില്ല എന്നാണ് എന്റെ ചിന്ത. സ്വയം ബാഹുബലിയാണെന്ന് വരെ ഞാൻ കരുതും. പക്ഷെ ഒരിക്കലും മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയിട്ടില്ല എന്ന് എവിടെ വേണമെങ്കിലും ഞാൻ പറയും. പക്ഷെ ജയസൂര്യ അഭിനയിച്ച വെള്ളം എന്ന സിനിമ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ആ സിനിമ കണ്ടതിനു ശേഷം ഞാൻ പിന്നെ മദ്യപിച്ചിട്ടില്ല. ഏതാണ്ട് 2 വർഷത്തോളമായി മദ്യം കൈകൊണ്ട് തൊട്ടിട്ട്. വെള്ളം എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് അതാണ്, അജു വർഗീസ് പറയുന്നു.